അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനും ടി വി രാജേഷും നൽകി വിടുതൽ ഹർജി തള്ളി. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് ഹർജി തള്ളിയത്. ഗൂഢാലോചന കുറ്റമാണ് ഇരുവർക്കുമെതിരെ CBI ചുമത്തിയിട്ടുള്ളത്. 2012 ഫെബ്രുവരി 20-നാണ് MSF പ്രവർത്തകൻ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, പ്രത്യേക CBI കോടതി പി ജയരാജനും ടി വി രാജേഷും നൽകി വിടുതൽ ഹർജി തള്ളിയ സാഹചര്യം എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, അരിയിൽ ഷുക്കൂർ വധക്കേസിൽ കുറ്റമുക്തരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM നേതാക്കളായിട്ടുള്ള പി ജയരാജനും ടി വി രാജേഷും നൽകിയ വിടുതൽ ഹർജിയാണ് കൊച്ചിയിലെ പ്രത്യേക CBI കോടതി തള്ളിയിരിക്കുന്നത്. ഗൂഢാലോചന കുറ്റമായിരുന്നു നേരത്തെ ഇരുവർക്കുമെതിരെ CBI ചുമത്തിയിട്ടുള്ളത്. ഗൂഢാലോചനയിലോ ഈ കൊലപാതകത്തിലോ തങ്ങൾക്ക് പങ്കില്ല, അതുകൊണ്ട് തന്നെ കുറ്റമുക്തരാക്കണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു ഈ വിടുതൽ ഹർജിയിൽ ഇരുവരും ഉന്നയിച്ചിരുന്നത്. 2012 ഫെബ്രുവരി 20-നാണ് MSF ട്രഷററായിരുന്ന ഷുക്കൂറിനെ കൊലപ്പെടുത്തുന്നത്. അതായത് നേരത്തെ ഈ പി ജയരാജന്റെ വാഹനം ലീഗ് പ്രവർത്തകർ തടഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഷുക്കൂറിനെ വധിച്ചത്. 2.5 മണിക്കൂറോളം ബന്ദിയാക്കിയതിനു ശേഷമായിരുന്നു കൊലപ്പെടുത്തിയത്. ഈ ഒരു സംഭവത്തിൽ ഈ ഒരു കേസിൽ 32-ാം പ്രതിയായിരുന്നു പി ജയരാജൻ, 33-ാം പ്രതിയായിരുന്നു ടി വി രാജേഷ്. ഇരുവരും ഈ കൊലപാതകത്തിന്റെ അല്ലെങ്കിൽ കൊലപാതകം നടക്കുന്ന സമയത്ത് പ്രതികളുള്ള സ്ഥലത്ത് ഇരുവരുടെയും സാന്നിധ്യമുണ്ട് എന്നുള്ളതായിരുന്നു ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദം. മാത്രവുമല്ല, ഈ ഗൂഢാലോചനയിൽ അടക്കം ഇരുവർക്കും പങ്കുണ്ട് എന്നതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്നും CBI പ്രത്യേക കോടതിയിൽ പറയുകയും ചെയ്തിരുന്നു. ഈ വാദഗതികളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ പി ജയരാജന്റെയും ടി വി രാജേഷിന്റെയും വിടുതൽ ഹർജി പ്രത്യേക CBI കോടതി തള്ളിയിരിക്കുന്നത്. ലക്ഷ്മി, ഈ വിടുതൽ ഹർജി തള്ളിയ കോടതി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിരീക്ഷണങ്ങളോ മറ്റോ നടത്തിയിട്ടുണ്ടോ രേഷ്മ? കാരണം ഈ കുറ്റപത്രത്തിൽ ഈ ഒരു തളിപ്പറമ്പ് സഹകരണ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് CPM പ്രാദേശിക നേതാക്കൾ ആക്രമണത്തിന് ആസൂത്രണം ചെയ്ത് ഇത് ഇരുവർക്കും ജയരാജനും രാജേഷിനും അറിയാമായിരുന്ന കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഈ വിടുതൽ ഹർജി നൽകിയിട്ടും അത് തള്ളിയ സാഹചര്യം. ലക്ഷ്മി, ഇരുവർക്കുമെതിരെ അതായത് ടി വി രാജേഷിനും പി ജയരാജനും എതിരായിട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്ന് ആയിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദം. മാത്രമല്ല, ഇത് തെളിയിക്കത്തക്ക രീതിയിലുള്ള കോൾ റെക്കോർഡ്സ്, അതായത് ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ഗൂഢാലോചനയിൽ പങ്കാളികളായിക്കൊണ്ട് ഇരുവരും സംസാരിച്ച കോൾ റെക്കോർഡുകൾ അടക്കം പരിശോധിച്ചുകൊണ്ടായിരുന്നു ഈ വാദഗതികൾ പ്രോസിക്യൂഷൻ കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ഇതടക്കം പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ വിടുതൽ ഹർജി പ്രത്യേക CBI കോടതി തള്ളിയിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചെങ്കിൽ മാത്രമേ മറ്റെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഹർജി തള്ളിയതെന്നുള്ള കാരണം വ്യക്തമാവുകയുള്ളൂ. എന്തായാലും നിലവിൽ ഈ പ്രധാനമായിട്ടും ഈ ഗൂഢാലോചനയിൽ അടക്കം കൃത്യമായിട്ട് ഈ 2 പ്രതികൾക്ക് പങ്കുണ്ട് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. നേരത്തെ തന്നെ ഈ വിടുതൽ ഹർജി കോടതിയിൽ വന്ന സമയത്ത് ഷുക്കൂറിന്റെ മാതാവ് ഇതിനെ എതിർത്തുകൊണ്ട് നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതായത് CBI കണ്ടെത്തിയ തെളിവുകൾക്കപ്പുറത്തേക്ക് ഇവരെ കുറ്റമുക്തരാക്കരുത് എന്നുള്ളതായിരുന്നു ഈ ഷുക്കൂറിന്റെ മാതാവായിട്ടുള്ള ആസിക്ക കോടതിയിൽ മുന്നോട്ട് വെച്ച ഒരു വാദം. എന്തായാലും നിലവിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ, കോൾ റെക്കോർഡ്സ്, അതായത് ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് പ്രതികളുമായിട്ട് ഇരുവരും ബന്ധപ്പെട്ടിരുന്നു അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചതിന്റെ രേഖകൾ, ഇതടക്കം പരിശോധിച്ചുകൊണ്ടാണ് നിലവിൽ പ്രത്യേക CBI കോടതി ജയരാജന്റെയും അതോടൊപ്പം തന്നെ ടി വി രാജേഷിന്റെയും വിടുതൽ ഹർജി തള്ളിയിരിക്കുന്നത്. ഷുക്കൂറിന്റെ മാതാവ് നൽകിയ ഹർജിയിൽ തന്നെ ആയിരുന്നല്ലോ കോടതി അന്വേഷണം CBIക്ക് വിട്ടതും. ഇപ്പോൾ രേഷ്മ സൂചിപ്പിച്ചപോലെ ഈ ഹർജി തീർപ്പാക്കുന്നതിന് മുൻപ് ഷുക്കൂറിന്റെ മാതാവിന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് അവരുടെ ആവശ്യം കോടതി അംഗീകരിച്ചിരുന്നു. അത്തരത്തിൽ ഈ ഷുക്കൂറിന്റെ മാതാവിന്റെ അഭിഭാഷകൻ കോടതി എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഇതിന് മുൻപായി അറിയിച്ചത്, ഈ ഒരു ഹർജിയിൽ തീർപ്പാക്കുന്നതിന് മുൻപായി? ലക്ഷ്മി, ഷുക്കൂർ വധക്കേസില് തങ്ങളെ കുറ്റമുക്തരാക്കണമെന്നാവശ്യപ്പെട്ട് കൊച്ചിയിലെ പ്രത്യേക കോടതിയെ ടി വി രാജേഷും പി ജയരാജനും സമീപിച്ച വേളയിൽ തന്നെയായിരുന്നു ഇതിൽ കക്ഷി ചേർന്നുകൊണ്ട് ആത്തിക്ക, അതായത് ഷുക്കൂറിന്റെ മാതാവ് ആത്തിക്ക നിലപാട് വ്യക്തമാക്കിയത്. അതിൽ അവർ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് ഈ ഗൂഢാലോചനയിൽ കൃത്യമായിട്ടുള്ള പങ്കാളിത്തം ഇരുവർക്കുമുണ്ട്, അത് CBI കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇരുവരുടെയും വിടുതൽ ഹർജി തള്ളണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു ആത്തിക്ക കോടതിയിൽ മുന്നോട്ട് വെച്ചത്. മാത്രവുമല്ല, ഈ പി ജയരാജന്റെ വാഹനം തടഞ്ഞതിന്റെ പ്രതികാര നടപടി എന്നുള്ള രീതിയിലാണ് ഈ ഷുക്കൂറിനെ വധിച്ചത്. അതും 2.5 മണിക്കൂറോളം ബന്ദിയാക്കപ്പെട്ടതിന് ശേഷമാണ് വധിക്കപ്പെടുന്നത്. ഇതടക്കം പരിഗണിച്ചുകൊണ്ട് മാത്രവുമല്ല, ഈ CBIയുടെ കോൾ റെക്കോർഡിംഗ് ഡേറ്റാസ് ഒക്കെ തന്നെ ഈ ഇരുവർക്കും, ടി വി രാജേഷിനും പി ജയരാജനും ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വിടുതൽ ഹർജി നിലനിൽക്കില്ല എന്നുള്ളൊരു വാദഗതിയായിരുന്നു ആത്തിക്ക കോടതിയിൽ മുന്നോട്ട് വെച്ചത്. പ്രോസിക്യൂഷന്റെ അതോടൊപ്പം തന്നെ ഈ കക്ഷി ചേർന്ന ആത്തിക്കയുടെ വാദഗതികൾ കോടതി മുഖവിലക്കെടുത്തു. ഒപ്പം തന്നെ ഈ
ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്നത് അടക്കമുള്ള ഒരു സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി തെളിവുകൾ എന്നുള്ള രീതിയിൽ മുന്നോട്ട് വെച്ചത് കോൾ റെക്കോർഡിംഗ് രേഖകൾ തന്നെയായിരുന്നു. ഇതടക്കം കോടതി പരിശോധിച്ചു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഈ TV രാജേഷും P ജയരാജനും നൽകിയ വിടുതൽ ഹർജി പ്രത്യേക CBI കോടതി തള്ളിയിരിക്കുന്നത്. രേഷ്മ കാര്യം കൂടി, കാരണം 2.5 മണിക്കൂർ ബന്ദിയാക്കി വിചാരണ ചെയ്തുള്ള കൊലപാതകം നമുക്കറിയാം മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പങ്കാളിത്തം കൂടി വ്യക്തമാക്കിക്കൊണ്ട് ഈ അന്വേഷണത്തിൽ ഈ വിടുതൽ ഹർജി തള്ളിയ സാഹചര്യം പ്രത്യേകിച്ച് CPM-ന്റെ ആ കണ്ണൂർ നേതൃത്വത്തെ എത്രത്തോളം പ്രതികൂട്ടിലാക്കുന്നതാണ് എന്നുള്ളതാണ്, എത്രത്തോളം പ്രതിരോധത്തിലാകും എന്നുള്ളതാണ്. ലക്ഷ്മി, ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകമായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു അരിയിൽ ഷുക്കൂറിന്റേത്. കാരണം കാറിന് കല്ലെറിഞ്ഞു എന്നുള്ള ഒരു ആരോപണത്തെ തുടർന്നാണ്, അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഷുക്കൂറിനെ വധിക്കാനുള്ള ഒരു കാരണത്തിലേക്ക് എത്തിയത്. ഇതിനുള്ള പ്രേരണ ജയരാജൻ രാജേഷും നൽകിയിരുന്നു എന്നുള്ളതാണ് ഈ ആത്തിക്ക് അടക്കം നൽകിയ ഹർജിയിൽ പറഞ്ഞിരുന്നത്. പ്രാദേശിക നേതാക്കളുമായി ചേർന്ന് ഇതിന് തക്ക രീതിയിൽ ഗൂഢാലോചന നടത്തി. അതിനുശേഷമാണ് ഈ ഷുക്കൂറിനെ 2.5 മണിക്കൂർ, അതായത് 2012 ഫെബ്രുവരി 20 2.5 മണിക്കൂർ ബന്ദിയാക്കിയതിന് ശേഷം കൊലപ്പെടുത്തുന്നത്. എന്തായാലും ഇതിൽ പ്രാദേശിക നേതാക്കളുമായി ചേർന്നുകൊണ്ട് ജയരാജനും TV രാജേഷും ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് CBIയുടെ കണ്ടെത്തൽ. ഇതിന് തക്ക തെളിവുകൾ, ഈ പ്രതികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നടക്കം ഇരുവരുടെയും സാന്നിധ്യം, അല്ലെങ്കിൽ അവർ ഗൂഢാലോചന നടത്തിയതിന്റെ തെളിവുകൾ, ഇതൊക്കെ തന്നെ നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ ശേഖരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും 32ാം പ്രതിയായിരുന്നു P ജയരാജൻ, രാജേഷ് 33ാം പ്രതിയുമായിരുന്നു. ഇരുവരും കുറ്റമുക്തരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോടതിയെ സമീപിച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ ശക്തമായിട്ടുള്ള എതിർപ്പ് ഇക്കാര്യത്തിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് CBIയുടെ വാദഗതികൾ അംഗീകരിച്ചുകൊണ്ട് ഇരുവരുടെയും വിടുതൽ ഹർജി കീഴ്ക്കോടതി തള്ളിയിരിക്കുന്നത്. മാത്രമല്ല രേഷ്മ, ഈ P ജയരാജൻ നമുക്കറിയാം CBI ഡയറക്ടർക്കൊക്കെ കഴിഞ്ഞ വർഷം അയച്ചൊരു കത്ത്, അത് പ്രത്യേകിച്ച് KPCC രാഷ്ട്രീയ ഇടപെടൽ കൂടി ഉണ്ടായിരുന്നു തങ്ങളെ പ്രതിപട്ടികയിൽ ചേർക്കാൻ, അതുകൊണ്ട് തന്നെ ഒഴിവാക്കണം എന്നുള്ളതൊക്കെ ആവശ്യപ്പെട്ടു. അത്തരത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങളും വന്നിരുന്നു. പക്ഷെ കൃത്യമായി CBI ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നു, ഇവരുടെ വിടുതൽ ഹർജി തള്ളുന്ന സാഹചര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. രാഷ്ട്രീയ ഇടപെടൽ ഒന്നുമല്ല, ഇരുവരുടെയും പങ്ക് കൂടുതൽ വ്യക്തമാക്കുന്നതാണ്. അങ്ങനെയുള്ള സൂചനകൾ കൂടി നൽകുന്നതാണ് ഈ കോടതിയുടെ ഇപ്പോഴത്തെ ഈ നിലപാട്. ലക്ഷ്മി, കേന്ദ്ര ഏജൻസി കേസന്വേഷണം ഏറ്റെടുത്ത ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോയിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഈ വിടുതൽ ഹർജി, അതായത് കുറ്റമുക്തരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വിടുതൽ ഹർജി പ്രത്യേക കോടതിയിൽ നൽകിക്കൊണ്ടുള്ള ഒരു നീക്കം TV രാജേഷും P ജയരാജനും നടത്തിയത്. നിലവിൽ ഇവരുടെ പങ്കുകൾ തെളിയിക്കുന്ന ഫോൺ രേഖകളും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളുമാണ് ഈ വിടുതൽ ഹർജി തള്ളുവാനായിട്ടുള്ള ഒരു പ്രധാന കാരണമായിട്ട് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഇരുവരും ഈ പ്രതികളുമായിട്ട് ബന്ധപ്പെട്ടതിന് കൃത്യമായിട്ട് കോൾ റെക്കോർഡിംഗ് രേഖകളുണ്ട്. അതിന് തക്ക സാഹചര്യ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് CBI ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇതടക്കം കോടതി, പ്രത്യേക CBI കോടതി പരിശോധിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജി തള്ളിയത്. എന്തായാലും CPM-നെ സംബന്ധിച്ചാണെങ്കിലും ജയരാജനെ സംബന്ധിച്ചാണെങ്കിലും ഏറെ തിരിച്ചടി നൽകിക്കൊണ്ടുള്ളതാണ് വിചാരണ കോടതി, അതായത് പ്രത്യേക CBI കോടതിയുടെ നടപടി. നിലവിൽ ഈ വിചാരണ, അതായത് ഈ കുറ്റവിമുക്തി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇവരുടെ ഹർജികൾ നിലനിന്ന സമയത്ത് തന്നെയായിരുന്നു ഷുക്കൂറിന്റെ മാതാവ് കോടതിയെ സമീപിച്ചുകൊണ്ട് ഇരുവരുടെ ഹർജി തള്ളണമെന്നുള്ള ആവശ്യവും ഉന്നയിച്ചത്. ആ സമയത്ത് ആത്തിക്കയുടെ, അതായത് ഷുക്കൂറിന്റെ മാതാവായിട്ടുള്ള ആത്തിക്കയുടെ വാദഗതികളും ഈ കോടതി കേട്ടിരുന്നു. ഒപ്പം തന്നെ അവർ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇതിനോട് തക്ക പ്രേരണ, അതായത് ഷുക്കൂറിനെ കൊലപ്പെടുത്താനുള്ള പ്രേരണ പ്രതികൾക്ക് നൽകിയതിന് പിന്നിൽ ജയരാജനും TV രാജേഷും ആയിരുന്നു എന്നുള്ളതാണ്. ഇതും കൂടി കോടതി കണക്കിലെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികൾ, ഇതൊക്കെ തന്നെ TV രാജേഷിനും P ജയരാജനും എതിരായിരുന്നു. ഇത് കൃത്യമായിട്ട് പ്രോസിക്യൂഷന് കോടതിയിൽ ബോധിപ്പിക്കാനായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് CBI കോടതി ഹർജി തള്ളിയിരിക്കുന്നത്. ലക്ഷ്മി.